ഹായോ, നിങ്ങൾ കുറച്ച് നാളായിട്ട് എൻ്റെ പെർഫ്യൂം റിവ്യൂസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ മതി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂം ഇൻഗ്രീഡിയൻറ്റുകളിൽ ഒന്നാണ് ഐറിസ്. ഐറിസ് നോട്ട് അടങ്ങിയിട്ടുള്ള ഏകദേശം 10ഓളം പെർഫ്യൂംസ് ഇപ്പം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഐറിസ് എന്ന് മെൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ആദ്യം വരുന്നൊരു പേരായിരിക്കും ഡിയോറോം ഇൻറ്റൻസ്. ഡിയോറോം ഇൻറ്റൻസ് ഇതിൻ്റെ 2011 വർഷം 2024 ഫ്രാഗ്രാൻറ്റിക റീഡേഴ്സ് ചോയ്സ് അവാർഡ്സിൽ ബെസ്റ്റ് പെർഫ്യൂം ഫോർ മെൻ ഓഫ് ഓൾ ടൈം എന്ന അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസിക് സ്റ്റാറ്റസ് ഒക്കെ വേണമെങ്കിൽ അതിന് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഇപ്പോൾ 2025 വെർഷൻ ഇറങ്ങിയിട്ടുണ്ട്. ഫ്രാൻസിസ് കുഗുജാനാണ് അതിൻ്റെ പെർഫ്യൂമർ. പുള്ളി ഡിയോറോം പാർഫം അതും റീഫോർമുലേറ്റ് ചെയ്ത ഒരു 2025 വെർഷൻ ഇറക്കിയിട്ടുണ്ട്. അതിനൊക്കെതിരെ കുറേ പെർഫ്യൂം റിവ്യൂസും പിന്നെ കളക്ടേഴ്സൊക്കെ പറയുന്നത് ശോകമാണ്, പോരാന്നൊക്കെ. എൻജോയബിൾ ആയിട്ടുള്ള സെൻ്റ് ആയിരിക്കാം ചിലപ്പം, പക്ഷേ അതിൻ്റെ എന്താ പറയുക, ഒരു റഗഡ്നെസ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പുള്ളി എടുത്ത് കളഞ്ഞ് ഒന്നുകൂടെ മാസ് പ്ലീസിങ് ആക്കി കളഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇത് 2025 അല്ല, എൻ്റെ നേരെ മുന്നേ ഉള്ള വെർഷനാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു പീസ് ഓഫ് ആർട്ടിനെ കുറിച്ച് സംസാരിക്കാം. സോ ലെറ്റ് us get to the review. വെൽക്കം ടു സൂഫി ഫ്രാഗ്രൻസ്. ഹായ് ഓൾ, ഐ എം സുഫിയാൻ. അപ്പോൾ ഡിയോറോം ഇൻറ്റൻസിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇതൊരു ലിപ്സ്റ്റിക്കി സ്വീറ്റ് ഐറിസ് സെൻ്റാണ്. ഒരുപാട് പെർഫ്യൂംസ് ഈ ഒരു DNL ഉണ്ട്. വാലന്റീനോ ഓമോ ഇൻറ്റൻസ്, വാലന്റീനോ ഓമോ, പിന്നെ സാറഡ 9.0, പിന്നെ അതുപോലെ തന്നെ കയാൻ ക്ലാസിക് എന്ന് പറഞ്ഞൊരു അൽവത്താനിയ എന്ന ബ്രാൻഡിൻ്റെ ഒരു പെർഫ്യൂം ഇറങ്ങിയായിരുന്നു ഇതിൻ്റെ ക്ലോണായിട്ട്. പിന്നെ ഡാർക്ക് ഡോർ ഇൻറ്റൻസോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, മേസൺ അൽഹംബ്ര, ഏതൊക്കെയോ ബ്രാൻഡ് ഇറക്കുന്ന ഇഷ്ടംപോലെ പെർഫ്യൂംസ് ഈ ഒരു DNA കോപ്പി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പെർഫ്യൂമിന് ഒരു പർട്ടിക്കുലർ എലഗൻസ് ഉണ്ട്, ഒരു കരിസ്മ. അതായത് ഒരു സെക്സി മാൻ ഒരു ഡേറ്റിന് അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ആണെങ്കിൽ കൂടെ വെയർ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു പെർഫ്യൂം, ഇൻഡോർസ് വെയർ ചെയ്യാൻ പോകുന്ന ഒരു പെർഫ്യൂമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇതിനൊരു ക്ലാസ് ഉണ്ട്, പക്ഷേ പലരും ഇതിനെ ഫെമിനിനാന്നൊക്കെ പറയാൻ മതി. എൻ്റെ ഒരു കേസിൽ, എൻ്റെ ഒരു കോൺസെപ്റ്റിൽ അങ്ങനെയല്ല. ഇതൊരു എലഗൻറ്റ് പെർഫ്യൂമറിയാണ്. അപ്പോൾ ഇത് നോട്ട്സൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോട്ട്സിൽ ലാവൻഡറൊക്കെ കാണാൻ മതി. പക്ഷെ അത് ആ ഒരു ഇനീഷ്യൽ ബേസ്റ്റിൽ മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഐറിസിൻ്റെ ആ ഒരു ലിപ്സ്റ്റിക്കി സ്വീറ്റ്, പിന്നെ ചെറുതായിട്ടുള്ള ആ ഒരു പൗഡറി ക്യാരക്ടർ നിങ്ങൾക്ക് നിന്ന് ഫീൽ ചെയ്യാൻ പറ്റും. അത് പെട്ടെന്ന് തന്നെ കയറി വരുന്നുണ്ട്. ഒരു ബട്ടറി ഫീലൊക്കെ ഉള്ള ആ ഒരു സെൻറ്റ് പെട്ടെന്ന് മുൻനിരയിലേക്ക് വന്നിട്ട് ബാക്കിയുള്ള നോട്ട്സിനെ കവർ ചെയ്ത് കളയുന്നുണ്ട്. അതിൻ്റെ പിന്നിലൂടെ വളരെ സ്മൂത്തായിട്ടുള്ള ചെറുതായിട്ടൊരു സ്മോക്കി ടച്ചൊക്കെ ഉള്ളൊരു ബ്ലാക്ക് ലെതർ ലൈക്ക് ഫീലും ഈ ഒരു പെർഫ്യൂമിലുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ ക്ലോസ് ആയിട്ട് സ്കിന്നിൽ സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പ്ലാസ്റ്റിക്കി ടച്ച്, ഇത്തിരി ഒരു സിന്തറ്റിക് എന്ന് ഞാൻ പറയുന്നില്ല, ഒരു കത്തിക്കരിഞ്ഞൊരു പേഴ്സൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അതിന് ഒരു ലെതർ പേഴ്സിൻ്റെ മേലെ ഇത്തിരി തീയൊക്കെ പിടിച്ച് അതൊന്ന് ബേൺ ആയി കഴിഞ്ഞാൽ അതിനെന്ത് സ്മെല്ലുണ്ടാവും. ചെറുതായിട്ടൊരു ബേൺഡ് ടൈപ്പ് സ്മെല്ല് ഈ ഒരു പെർഫ്യൂമിലുണ്ട്. അത് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും ക്ലോസ് ആയിട്ട് സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ. എയറിൽ ഇത് മെസ്മറൈസിങ്, ഒരു മാജിക്കൽ ക്യാരക്ടറുള്ള സ്മെല്ല് തന്നെയാണ്. പക്ഷെ ക്ലോസ് ആയിട്ട് സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ഫീലുണ്ട്. പലരും റിവ്യൂവിൽ അവരുടെ റിവ്യൂസിൽ മെൻഷൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട്. ഇത് ശരിയാണ്, ആ ഒരു സംഗതി ഇതിലുണ്ട്. ഇത് എന്താണെന്നറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു 4-5 സ്പ്രേ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂം ആണെങ്കിലും 8-10 സ്പ്രേ ഒക്കെ അടിക്കുമ്പോൾ നിങ്ങളെ ചോക്ക് ചെയ്യാൻ പോകുന്ന, നിങ്ങൾക്ക് അത്ര തന്നെ ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഒരു സെൻറ്റ് പ്രൊഫൈലുള്ള പെർഫ്യൂം ആയിരിക്കും ഇത്. വളരെ മിനിമലായിട്ടുള്ള സ്പ്രേസ് അടിച്ചിട്ട് നമുക്കിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുക, ജസ്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂം. അതാണ് ഡിയോറോം ഇൻറ്റൻസ്. അപ്പോൾ ഇതിങ്ങനെ ഡ്രൈ ഡൗണിലോട്ട് പോകുന്നതിനനുസരിച്ച് ഇതിൻ്റെ വുഡി ക്യാരക്ടർ, ടോങ്കയുണ്ട്, അതിൻ്റെ സ്വീറ്റ്നസ്സും കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു വുഡി ക്യാരക്ടർ പയ്യെ 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 പുറത്തേക്ക് വരും. എന്നാലും ഈ ഒരു ഐറിസിൻ്റെ സ്വീറ്റ്നസ്, ആ ഒരു സ്വീറ്റ് ക്യാരക്ടർ കുറേ അധികം സമയത്തേക്ക് ഇതിൽ പ്രസൻ്റ് ആണ്. നിങ്ങൾ നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ വെറ്റിവർ ഉണ്ട്, സീഡർ ഉണ്ട്. ആ ഒരു ക്യാരക്ടർ നമ്മുടെ സ്കിന്നിൽ നിന്ന് വൈകാതെ തന്നെ പുറത്തേക്ക് വരികയും ചെയ്യും. പക്ഷേ ഈ ഒരു വുഡി സ്മെല്ലും പിന്നെ ഈ ഒരു സ്വീറ്റ്നെസ്സും കൂടെയൊക്കെ വളരെ പെർഫെക്റ്റ്ലി ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഡിയോറോം ഇൻറ്റൻസ്. പക്ഷേ ഞാൻ 1-2 പേർക്ക് ഇതിൻ്റെ അല്ല വേറെ കുറച്ച് സാമ്പിൾസ് കൊടുത്തായിരുന്നു, വാലന്റീനോ ഓമോ ഇൻറ്റൻസും കണ്ടു. അപ്പോൾ അവർ പറഞ്ഞ അവർക്ക് ഇഷ്ടമായിട്ടില്ല എന്നാണ്. അപ്പോൾ ഒരാളുടെ ട്രഷർ വേറൊരാൾക്ക് ചിലപ്പോൾ ത്രാഷ് ആയിരിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫ്യൂമായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. അപ്പോൾ എത്രയൊക്കെ നല്ല പെർഫ്യൂമാണ്, എത്രയൊക്കെ വലിയ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് പിടിച്ചില്ലെങ്കിൽ
കാര്യമില്ല. അപ്പോൾ അതേ സാധനം തന്നെയാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ കേസിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് മാത്രം മേടിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കംപ്ലീറ്റ്ലി ക്യാപ്റ്റിവേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പെർഫ്യൂം കൂടെയാണ് ഡിയോർ ഹോം ഇൻറ്റൻസ്. ഇനി നിങ്ങൾ പലരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ആൻസർ ഞാൻ പറയാം. ഇത്രയൊക്കെ പൈസ കൊടുത്തത് വാങ്ങിച്ചിട്ട് എന്തൊക്കെ ഇതൊന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആദ്യത്തെ കാര്യം സൊഫിസ്റ്റിക്കേഷൻ, അതുണ്ട്. പക്ഷേ ചെറുതായിട്ട് നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് ആയിരിക്കും. കാരണം ഞാൻ ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്യുന്നത് മെയിൻലി AC അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സമയങ്ങൾ, രാത്രികളിൽ. പക്ഷേ പകൽ സമയത്തൊന്നും ഞാൻ ഒരിക്കലും ഈ ഒരു പെർഫ്യൂം വെയർ ചെയ്യാറുണ്ട്. പക്ഷേ അത് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് അത് കൂടുതൽ സമയം ഞാൻ AC-യുടെ ഉള്ളിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വെയർ ചെയ്യുന്നത്. അപ്പോൾ മാത്രമേ ഞാനത് യൂസ് ചെയ്യാറുള്ളൂ. അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പെർഫ്യൂം ആയിരിക്കും. നല്ല തണുപ്പത്ത് മാത്രമേ ഇത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത് ക്ലോത്ത്സിലൊക്കെ നല്ല തണുപ്പുള്ളപ്പോൾ 6+ hours ലാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ പ്രൊജക്ഷനിലോട്ട് വരുമ്പോഴും ഒരു ബീസ്റ്റ് മോഡ് പെർഫ്യൂം ആണെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റും. കാരണം ഇത് വളരെ സട്ടിലായിട്ടുള്ള, നല്ല എലഗൻ്റ് ആണെങ്കിൽ കൂടെ ഒരു എന്താ പറയുക, നല്ല ഒരു സ്മൂത്തായിട്ടുള്ള ഒരു ചെറിയ സെൻറ്റ് ബബിൾ തീർത്തും നിങ്ങളുടെ ചുറ്റിൽ നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ്. ബീസ്റ്റ് മോഡ് അല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിൽ കാണണം. ഇങ്ങനത്തെ സെൻറ്റ് പ്രൊഫൈൽസ് എനിക്ക് തോന്നുന്നു ബീസ്റ്റ് മോഡ് ആക്കി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചോക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉള്ളൊരു സെൻറ്റും കൂടെയാണ്. ഈ ഒരു തിക്ക് എന്താ പറയുക, വുഡി ബേസുള്ള ഈ ഒരു സ്മോക്കി ക്യാരക്ടർ കൂടുതലുള്ളൊരു സെൻറ്റ്, സ്വീറ്റ്നെസ്സും ഐറിസിൻ്റെ ആ ഒരു തിക്ക് സ്വീറ്റ്നെസ് തന്നെ അടുത്ത് വെച്ച് മണപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ചെറുതായിട്ടൊരു പ്ലാസ്റ്റിക് ഫീലുള്ള സെൻറ്റ് അത് ചിലപ്പോൾ എല്ലാവർക്കും പിടിച്ചോളണമെന്നില്ല. അത് ഞാൻ പറഞ്ഞ പോലെ ഒരു 10 സ്പ്രേ ഒക്കെ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് തന്നെ ചോക്ക് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും, വലിയൊരു സുഖം കിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പെർഫോമൻസിൽ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രൊജക്ഷനോ അങ്ങനെ ഒന്നും മനസ്സിൽ കണ്ടിട്ട് ഡിയോർ ഹോം ഇൻറ്റൻസ് വാങ്ങിക്കരുത്. നിങ്ങൾ വാങ്ങിക്കുന്നത് ഇതിൻ്റെ ആ ഒരു സെൻറ്റ് പ്രൊഫൈലിന് വേണ്ടി മാത്രമായിരിക്കണം, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു രസം പിടിക്കുമ്പോൾ വെയർ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു പെർഫ്യൂം ആയിരിക്കണം ഡിയോർ ഹോം ഇൻറ്റൻസ്. അപ്പോൾ കുഞ്ഞും ബോട്ടിൽ വാങ്ങിച്ചാൽ മതി. 50 ml വാങ്ങിക്കുമ്പോൾ സംഭവം per ml നഷ്ടമാണ്. പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ 100 ml വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ 50 ml വാങ്ങിച്ചത്. ഇതിന് അറൗണ്ട് 9100 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു ഞാൻ വാങ്ങിച്ച സമയത്ത്. എടപ്പള്ളി ലുലുമാളിൽ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ വെയറബിലിറ്റി വളരെ കുറവാണ്. നിങ്ങൾക്ക് നല്ല തണുപ്പുള്ളപ്പോൾ നന്നായിട്ട് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തിട്ട് പോകുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഇത് വെയർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യാം. പെർഫോമൻസ് ഒരിക്കലും മനസ്സിൽ കണ്ടിട്ട് നല്ല പ്രൊജക്ഷൻ ഒന്നും കാണുന്നത് കണ്ടിട്ട് നിങ്ങൾ എടുക്കരുത്. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങളോട് ക്ലോസ് ആയിട്ട് നിന്ന് ഒന്നുകൂടെ സ്നിഫ് ചെയ്യാൻ പോകുന്ന തരത്തിലുള്ളൊരു സെൻറ്റ് പ്രൊഫൈലും കൂടെയാണ് ഇതിൻ്റെ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും കമൻസിൽ ഷെയർ ചെയ്യുക. ഇത് പുതിയ ബോട്ടിലാണ്, ചിലപ്പം കുറേ നാളിരിക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്റ് പ്രൊഫൈൽ ഒന്നുകൂടെ റിച്ച് ആവുകയും ഒക്കെ ചെയ്യാം. ഇതിൻ്റെ 2011 വെർഷൻ ഒന്നുകൂടെ റിച്ച് ആയിട്ടുള്ള നല്ല ഡെപ്തുള്ള കുറച്ചുകൂടെയൊക്കെ സെൻറ്റ് പ്രൊഫൈൽ ചെറുതായിട്ട് എന്താ ചോക്ലേറ്റ് ടച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെൻറ്റാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് കുറച്ച് ഓൾഡർ ബാച്ചസ് ഒന്നും ഞാൻ ഇതിൻ്റെ ട്രൈ ചെയ്തിട്ടില്ല. അതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. പയ്യെ ഈ ജേണിയിൽ ഓരോരുത്തരായിട്ട് പുതിയ ഫ്രണ്ട്സ് ആൾക്കാരൊക്കെ വരുന്നതിനനുസരിച്ച് അവരുടെ അടുത്തുനിന്ന് പലതും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓൾഡ് ബാച്ചസ്, പിന്നെ അൾട്രാ നീഷ് പെർഫ്യൂംസ് ഒക്കെ ഈ അടുത്തായിട്ട് പലരുടെ അടുത്തുനിന്ന് ട്രൈ ചെയ്യാൻ പറ്റി. അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ആ ഒരു മുത്തച്ഛനെ ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും. അടുത്ത വീഡിയോ റസാസി ഹവാസ് ബ്ലാക്ക് ആയിരിക്കും. ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ.